എന്തൊക്കെയുണ്ട് ഉറപ്പേട്ടാ? ശരി, അപ്പൊ വൈകിട്ട് കാണാം. ഓ, ഞാൻ കുറച്ചു ദിവസം കൂടി ഇല്ലായിരുന്നു, ഒന്ന് മദ്രാസ് വരെ പോയിരുന്നു. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. അവിടെങ്ങും ആരുമില്ല. ഇന്നലെ പോയതാ, ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. ആരുമില്ലേ? ആ, എങ്ങോട്ട് പോകണമെന്ന് വല്ലതും പറഞ്ഞു? ആ, മുത്തശ്ശിക്ക് സുഖമില്ലെന്നോ സീരിയസ് ആണെന്നൊക്കെ പറയുന്നത് കേട്ടു. പറയുമ്പോ വിഷുവിന് വേറൊന്നും തോന്നരുത്. കുറച്ച് ദിവസമായി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്പം പെശക. നിങ്ങളുടെ വീടിന്റെ മുൻപിലുള്ള മുറിയിലെ ഏതോ ഒരു അലവലാതിയെ കയറ്റി താമസിപ്പിച്ചിരിക്കുക. കണ്ടാലേ അറിയാം അവൻ ആള് ശരിയല്ലെന്ന്. ഇപ്പൊ അവനെയും കുട്ടിയാ നാട്ടിൽ പോയിരിക്കണം. നാട്ടുകാർ പലതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇക്കണക്കിനാണെങ്കിൽ നിങ്ങൾ എനിക്ക് വീട് ഒഴിഞ്ഞു തരേണ്ടി വരും. നിങ്ങൾ ആളെ ഡീസന്റ് ആണെന്ന് തോന്നിയത് കൊണ്ടാ ഞാൻ വീട് വാടകയ്ക്ക് തന്നു. ഇത്തരം ചുറ്റിക്കളികൾക്ക് വീട് വാടകയ്ക്ക് തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പേടിച്ചിരുന്നു കേട്ടോ. വിശ്വേട്ടനോ? ഇതെപ്പോ വന്നോ? വിശ്വ, ഇത് ഉണ്ണികൃഷ്ണനാണ്. നമ്മൾ തമ്മില് നിങ്ങൾ അകത്ത് പോ. എനിക്ക് ഇയാളോട് അല്പം പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. ചെല്ല്. നല്ല ആളാ. ഇത് എവിടെയായിരുന്നു ടൂറ്? ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വേണം. ഞാനിവിടെ ഇല്ലാതെ കാണായിരുന്നു. ഒരു ആൾമാറാട്ടം നടത്തിയാണെങ്കിലും നിങ്ങൾ ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് ആരും അറിയാത്ത രീതിയിൽ ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട്. ആചാര്യ ഞാൻ പറയുന്നത് കേൾക്കി. ഒന്നും പറയണ. ഇനി പഠിക്കാതെ കാലം കൊല്ലുവാണ് ഞാൻ. സിസ്റ്റർ പോവാ. മതി, കൂടുതലൊന്നും പറയണമെന്നില്ല. ഞാൻ ഇവിടെ ഇല്ലായിരുന്നപ്പോ എവിടെന്നോ വലിഞ്ഞു പറയുന്ന ഒരുത്തനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുക, ഭർത്താവാണെന്ന് പറഞ്ഞ് അവനെയും കെട്ടിയിരുന്ന വിളിച്ച് മുത്തശ്ശിയെ കാണാൻ പോവുക. ഞാനെന്നല്ല വേറെ ആര് കേട്ടാൽ ഇതൊന്നും സമ്മതിച്ചു തരാൻ പോണില്ല. എന്താ ഇത്? കളരിക്കാൻ പറ്റണം. നടന്നതൊക്കെ ഞാൻ വിശ്വനോട് പറഞ്ഞല്ലോ. ശരിയാ, തെറ്റ് തന്നെയാ. പക്ഷെ സത്യം തുറന്നു പറഞ്ഞ് വിശ്വൻ എന്നെ മനസ്സിലാക്കുന്നു കരുതി. എന്തോ ഞാൻ വിശ്വം, മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ലെന്നറിയാം. എന്നാലും അതല്ല, അയ്യേ, എന്താ ഇത്? ഇന്ദുക്കുട്ടി ഒന്ന് ആലോചിച്ച് നോക്കി. ഈ വിശ്വേട്ടന് മോളല്ലാതെ പിന്നെ ആരാ ഉള്ളത്? അപ്പൊ പിന്നെ മോളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഞാൻ എങ്ങനെ സഹിക്കുക? പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ദുക്കുട്ടി പരിഭവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. താൻ പറഞ്ഞതിലും തെറ്റൊന്നുമില്ലടോ. ചുരുക്കി പറഞ്ഞ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്തും ഒരു തെറ്റുമില്ല. അതെ, ഒരു സന്തോഷ വാർത്തയായിട്ട് ഞാനിപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത്. മദ്രാസിൽ നിന്ന് ഫൈനാൻസ് എല്ലാം ശരിയായി. അടുത്ത് തന്നെ കസ്റ്റമേഴ്സിന്റെയും മറ്റുള്ളവരുടെയും എമൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യുന്നു, സ്റ്റേ വെക്കേറ്റ് ചെയ്ത് വാങ്ങുന്നു, ഇന്ദുമതി കൺസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയില് മിസ്റ്റർ വിശ്വനാഥൻ, മിസ്സിസ് ഇന്ദു വിശ്വനാഥൻ, ബേബി അഞ്ജു വിശ്വനാഥൻ, ബേബി സഞ്ജു വിശ്വനാഥൻ, ബേബി മഞ്ജു വിശ്വനാഥൻ. അയ്യോ, അപ്പൊ പെൺകുട്ടികൾ മാത്രം മതിയോ? പോരാ, മാസ്റ്റർ വിനയ് വിശ്വനാഥൻ, മാസ്റ്റർ വിനീത് വിശ്വനാഥൻ, മാസ്റ്റർ വിനു വിശ്വനാഥൻ. അയ്യോ, വിശ്വനല്ലേ എന്തോ? ഉണ്ട്. വിശ്വട്ടാ, ഇരിക്കൂ. ആ, നീയായിരുന്നോ? മദ്രാസിൽ നിന്ന് രാജേന്ദ്രൻ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. എന്തായി?
ആ മാർവാടിയിൽ നിന്ന് ഫൈനാൻസ് കിട്ടില്ലെന്നാ പറയുന്നത്. എന്താ കാര്യം? ഞാൻ ഡോക്യുമെന്റ്സ് എല്ലാം ശരിയാക്കിയിട്ടാണല്ലോ പോകുന്നത്. ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. സ്റ്റേ ഉള്ളൊരു പ്രോജക്റ്റിന് ഫൈനാൻസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണത്രേ. സ്റ്റേ ഉള്ള വിവരം അവരെങ്ങനെ അറിഞ്ഞു? ആരോ ഇവിടുന്ന് വിളിച്ച് മെസ്സേജ് കൊടുത്തിട്ടുള്ളതാ. എന്റെ ബലമായ സംശയം അവറാച്ചനാണെന്ന്. എന്തായാലും നീ വിഷമിക്കണ്ട, ഞാൻ ആ പൊതുവാളുമായിട്ടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അയാളുടെ കയ്യിൽ 1-2 ഫൈനാൻസേഴ്സ് ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നീ ധൈര്യമായിട്ടിരി, എല്ലാം ശരിയാവുന്നേ. എനിക്കൊന്നൊരു അല്പം തിരക്കുള്ള ദിവസമാണ്. നമുക്ക് വൈകിട്ട് കാണാം. ആ ഇടപാടോട് തിരിഞ്ഞോളൂ. അങ്ങോട്ട് പോവില്ല. പോകാനുള്ളതല്ലേ ആട്ടോ. ഇത് പോവില്ല. ഓഹോ, എത്ര റുപ്യായി? 5 രൂപ. ഇതാ വെച്ചോളൂ. ആ. അയ്യോ അയ്യോ, ആരാ? അവറാച്ചനോ കസ്റ്റമേഴ്സോ? ഗുരുക്കളമ്മാവൻ. ഞാനിതൊരു പുള്ളിക്കാരൻ നേരിട്ട് കണ്ടിട്ടില്ല. അയ്യോ, കാണാനോ? നല്ല കാര്യായി. ഉണ്ണികൃഷ്ണനല്ലേ വിശ്വാടൻ എന്നും പറഞ്ഞ്. എന്തു മോളെ? വിശ്വാസമില്ലേ മോളെ? ടൂറിലെ അമ്മാവ 2 ദിവസം കഴിഞ്ഞേ വരൂ. ആ. ഇരിക്കമ്മാവ. ഇരിക്കാനൊന്നും സമയമില്ല. വക്കീലിനെ ഒന്ന് കണ്ടിട്ട് പോണ വഴിക്ക് ഇത്രടം വരെ ഒന്ന് കയറാമെന്ന് വെച്ചു. ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കണേ. ഗുരുക്കളമ്മാവന്റെ അന്നത്തെ നാടകം ശരിക്കും ഏറ്റു. അടുത്ത ആഴ്ച മുത്തശ്ശി ഇങ്ങോട്ട് വരണുണ്ട്. തറവാടൊഴികെ ബാക്കി എല്ലാ വസ്തുക്കളും വിൽക്കാൻ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. കാശൊക്കെ വിശ്വനാഥന്റെ ബിസിനസിനോ മറ്റോ കൊടുക്കാൻ പോണെന്നോ പറയുന്ന കേട്ടു. വിശ്വനാഥനെ അത്രയ്ക്കങ്ങ് ബോധിച്ചിരിക്കണു. തൽക്കാലം നിങ്ങൾ ഇതൊന്നും അറിഞ്ഞതായിട്ട് മുത്തശ്ശിയോട് ഭാവിക്കണ്ട. അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദ്യം വരും. പരുങ്ങളിലാവണത് ഈ പാവം ഗുരുക്കളമ്മാവനാണേ. മുത്തശ്ശിയുടെ ക്രോസ് വിസ്താരത്തെ പറ്റി മോക്ക് അറിയാമല്ലോ. കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ട് കാശിക്ക് പോണോന്നാണ് മുത്തശ്ശിയുടെ ഉദ്ദേശം. അതിനു മുമ്പ് മോളുടെയും വിഷ്ണുവിന്റെയും കൂടെ ഒരു 3-4 ദിവസം കഴിയണോ അത്ര. ആരാത്? അതാരുമില്ല. ആരുമില്ലാണ്ട് എങ്ങനെയാ തുമ്മലുണ്ടാവുക? ആ, ഞാൻ പറഞ്ഞില്ലേ. ലതയാണമ്മാവ. ആഹാ, മോക്ക് അടിക്കടി ഇങ്ങനെ തുമ്മലുണ്ടാകാറുണ്ടോ? എനിക്കോ? ആ. തുമ്മലോ? ആ, നീ പാകത്ത് തുമ്മുന്നായിട്ടല്ലോ. മോക്ക് ഗുരുക്കളമ്മാവൻ രാഷ്നാദി പൊടിയിൽ ചില പ്രത്യേക ചേരുവകൾ ചേർത്ത് ഒരു ചൂർണ്ണ ഉണ്ടാക്കി തരാം. അത് പതിവായി കുളി കഴിഞ്ഞ് ഉച്ചിയിട്ടിരുമുക. പിന്നെ ഒരിക്കലും തുമ്മൽ ഉണ്ടാവുകയില്ല. മോക്ക് ഉണ്ടോ? അമ്മോളും ഉപയോഗിച്ചോളൂ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വിഷ്ണുനാഥൻ വരുമ്പോ പ്രത്യേകിച്ച് അന്വേഷിച്ചിട്ട് പറയണം. അമ്മാവന് ഇന്ന് തന്നെ പോണോ? ഒരു 2 ദിവസം നിന്നിട്ട് പോയാ പോരെ? 2 അല്ല 4 ദിവസം നിൽക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കില്ല. നാളെ പ്രമാണം രജിസ്റ്റർ ആക്കേണ്ട ചില നടപടികളൊക്കെ ഉണ്ട് തറവാട്ടിലെ. ഞാനല്ലാതെ ഇതൊക്കെ നോക്കാൻ മറ്റാരാ അവിടെ ഉള്ളത്? അമ്മാവൻ ഉടനെ പോകുമെന്ന് വിചാരിച്ചില്ല ഞാൻ. ഇനി മോള് ഇങ്ങനെ പറഞ്ഞ ഗുരുക്കൾ അമ്മാവന് വേദന ഉണ്ടാവും. മോള് വിഷമിക്കാതെ. മുത്തശ്ശിയും കൂട്ടി ഗുരുക്കൾ അമ്മാവൻ ഉടനെ ഇങ്ങ് എത്തും. പോട്ടെ. അമ്മാവ കൊട സഞ്ചി. തിരക്കിനിടെ ഞാനങ്ങ് മറന്നു. എന്താ കാണിച്ച വിശ്വേട്ടൻ?